ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ക്ലേ മോഡലിംഗ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഡോസിൻ്റെ ബ്രൗൺ ക്ലേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വൈറ്റ് ക്ലേ അത്ര ഫിനിഷിങ് ഫീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്രൗൺ തന്നെയാണ്. കൈയും ജസ്റ്റ് നനച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അത് സ്മൂത്തായിട്ട് വരണം. ഒരു പോളിത്തീൻ ഷീറ്റ് എടുക്കുന്നുണ്ട്, അതിന് മേലെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു മരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കണം. അതിനാണ് ഞാൻ ഒരു കമ്പി എടുത്ത ഒരു ഷേപ്പിൽ വളച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ ഇതിൽ പരത്തി കൊടുക്കുക. ഈ ക്ലേ വെച്ച് പരത്തി കൊടുക്കുക. അതിൻ്റെ ഒരു ബേസാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഈ കമ്പി വയ്ക്കാൻ പോകുന്നത്. കമ്പി വെച്ച് കുറച്ചും കൂടി ക്ലേ അതിന് മേലെ നമ്മൾ ഇതേപോലെ അമർത്തി വെച്ച് കൊടുക്കുക. കാരണം അത് കുറച്ച് ഉറപ്പിൽ നിൽക്കണം. മരത്തിൻ്റെ തടിക്കായിട്ട് കുറച്ച് വണ്ണത്തിൽ തന്നെ അതിന് ചുറ്റും കവർ ചെയ്ത് പോരുക. ഈ കമ്പി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് സപ്പോർട്ടീവായിട്ട് നിൽക്കും. കമ്പി ഇല്ല എങ്കിലും നമ്മളത് അത്രയും നേരം ഉറച്ച് നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒടിഞ്ഞു വീഴും. അതുകൊണ്ടാണ് നമ്മളൊരു കമ്പി അതിൻ്റെ ഉള്ളിൽ ഒരു സ്കെലിറ്റൻ പോലെ യൂസ് ചെയ്യുന്നത്. വെള്ളം കൊണ്ടൊന്ന് നനച്ചിട്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ താഴ്ഭാഗത്തെ ആ ഒരു വേരുഭാഗമൊക്കെ നമുക്ക് ഇതേപോലെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ മിനുസപ്പെടുത്താനുള്ളതെല്ലാം തന്നെ നമ്മൾ വെള്ളം ചേർത്ത് തന്നെ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിനുസാക്കി എടുക്കാൻ പറ്റും. മരത്തിൻ്റെ ശാഖയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുത്ത് വെക്കുക. കാരണം ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അത് തൂങ്ങി വരും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു പെൻസിൽ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാതെ പുറത്തേക്ക് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഭംഗിയാക്കുക. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മരത്തമ്മിലുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ മരത്തിലിരുന്ന് ഊഞ്ഞാലാടുന്ന ഒരു പെൺകുട്ടി, അതാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ തലഭാഗമായിട്ട് നമ്മൾ റൗണ്ട് ഉണ്ടാക്കി വെച്ചു. ഇനി അതിൻ്റെ കൈ ഇതേപോലെ ഉണ്ടാക്കുക. നമ്മളൊരു ഏകദേശം അതിൻ്റെ ഒരു സൈസ് അനുസരിച്ചുള്ളൊരു ലെങ്ത്തിൽ അത് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അറ്റത്ത് കൈയിൻ്റെ ഒരു ജസ്റ്റ് ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അടുത്ത കൈ എന്ന് പറയുമ്പോൾ ഊഞ്ഞാലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് വളച്ചു കൊടുക്കുക. ഇതേപോലെ ടിപ്പ് ഒരു കൈൻ്റെ ഷേപ്പ് ഉണ്ടാക്കുക. ഇനി ഡ്രസ്സിൻ്റെ പോർഷനായിട്ട് നമ്മളൊരു ലെയർ ഇതേപോലെ നൈസായിട്ട്, അത്ര നൈസല്ല, കുറച്ച് കട്ടിയിൽ പരത്തി വയ്ക്കുക. ഇനി ബോഡി പാർട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനും വേണ്ടിയിട്ട് ഞാൻ ടൂത്ത് പിക്ക് ഇടയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കാരണം അത് ഷേപ്പിൽ നിൽക്കില്ല. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ബോഡി ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കാലിൽ ഷൂസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ 2 ബോളായിട്ട് എടുക്കുക.
അതൊരു ഓവൽ ഷേപ്പ് വരുന്ന ലെവലിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കാല് ഫിക്സ് ചെയ്യുന്ന ലെവലിൽ വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു ചിരട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തിരുക്കി കൊടുത്ത് വീണ്ടും നമ്മൾ ക്ലേ വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്ത് വെക്കുന്നത്. അത് ഡ്രൈ ആകുമ്പോൾ കറക്റ്റ് അതിൽ ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. ഊഞ്ഞാലിലിരിക്കുന്ന പലക പോർഷനാണിത്. ഇതിൽ ഞാൻ ആ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ എന്തിനെങ്കിലും മേലെ വെച്ചിട്ട് ഇരിക്കുന്ന പൊസിഷനിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. താഴെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഊഞ്ഞാലിലിരിക്കുന്ന ഒരു പോർഷൻ പോലെ കിട്ടില്ല. ഇവിടെ നമ്മൾ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ക്ലേ വെച്ച് തന്നെയാണ് അതിൻ്റെ എല്ലാ ഫിറ്റിങ്സും വരുന്നത്. കാരണം ഇത് ഡ്രൈ ആകുമ്പോൾ അതിൽ കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ചിരടിൻ്റെ പോർഷനും അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് മേലെ ക്ലേ വെച്ച് കവർ ചെയ്യും. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രസ് പോർഷൻ ചെറിയ ഞൊറിവുകൾ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ഊഞ്ഞാലിരുന്ന് ആടുന്നൊരു കുട്ടിയുടെ മോഡൽ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് തലയിൽ ചെറിയൊരു സ്കാർഫ് വെച്ച് കൊടുക്കാം. രണ്ട് മഷ്റൂം ഉണ്ടാക്കി വെക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ പെൻസിലിൻ്റെ ടിപ്പ് വെച്ചിട്ട് അമർത്തി കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു മഷ്റൂമിൻ്റെ താഴ്ഭാഗം കാണുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് അതേപോലെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയാവും. ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ കുത്തി കൊടുത്തുള്ള ടൂത്ത് പിക്ക് കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ബേസിൽ അമർത്തി വെച്ച് കൊടുത്ത് നമുക്ക് ക്ലേ വെച്ചിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇതെല്ലാം ട്രൈ ചെയ്യാൻ വെക്കണം. എനിക്ക് ശരിക്കും 48 അവർ വേണ്ടി വന്നു. കാരണം നമ്മൾ കുറച്ച് കട്ടിയിലാണ് ഇത് പലതും ഉണ്ടാക്കിയെടുത്തുള്ളത്. നോർമൽ കട്ടിയിലാണെങ്കിൽ എല്ലാം പെട്ടെന്ന് ഒരു 24 അവറാണ് അവർ പറയുന്നത്. ഞാനിവിടെ അക്രിലിക് പെയിൻറ്റ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ ഭാഗത്തിനും നിങ്ങൾക്കനുസരിച്ചുള്ള കളറുകൾ കൊടുത്ത് ഭംഗിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് അതിന് മേലെയാണ് ബ്രൗണ്. എല്ലായിടത്തും ഒരേപോലെ അല്ല ഞാൻ കളർ ചെയ്യുന്നത്. ആദ്യം ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നു, അതിൻ്റെ പല ഭാഗത്തായിട്ട് ബ്രൗണിൻ്റെ പല ഷെയ്ഡുകളായിട്ടാണ് കൊടുക്കുന്നത്. ഒരു സ്പഞ്ച് വെച്ചിട്ട് ഇതേപോലെ ബ്ലാക്ക് ഷെയ്ഡ് അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. അക്രിലിക്കിൻ്റെ തന്നെ മെറ്റാലിക് കളറാണിത്. അതും ഒരു സ്പഞ്ച് വെച്ച് ഇതേപോലെ ഷെയ്ഡ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണ്, ഒരു ഗ്ലേസിങ് ലുക്കാണ് അതിന് കിട്ടുന്നത്.
ഇത് കഴിഞ്ഞ് ഫേസിൽ കുറച്ചുകൂടി മാറ്റം വരുത്തിയിരുന്നു. അത് ഞാൻ വീണ്ടും എഴുതി കാണിക്കുന്നത്. മറ്റേതിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ലൈറ്റ് കളറാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് ഒരു മുടിയായിട്ട്. അതിനുശേഷം അതിൻ്റെ ഒരു ഡാർക്ക് കളറ് മേലെ കൊടുക്കുന്നു. ഈ കളറുകളൊക്കെ തന്നെ വെള്ളം ചേർക്കാതെ അടിക്കാൻ ശ്രമിക്കുക. കാരണം ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അക്രിലിക് പെയിൻറ്റ്സ് ഡയറക്റ്റ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ബ്ലഷിങ്ങും കൊടുത്ത് നമ്മുടെ പെയിൻറ്റിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.